ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുടിയിലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ നല്ല ചുരുട്ട് നല്ല കേളി ഹെയർ ആയിരുന്നു. അതിനുശേഷം ഞാൻ സ്ട്രെയിറ്റ് ഹെയർ ആക്കി. പക്ഷേ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്കില്ലായിരുന്നു. കാര്യം ഞാൻ സ്ട്രെയിറ്റ് അല്ല ഡയറക്റ്റ്ലി ചെയ്തത്. ഞാൻ ഗോൾഡൻ കെരാറ്റിൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്. ഒരു 8 months 9 months ലാസ്റ്റ് ചെയ്യും. ഞാനൊരു 1 year അല്ലെങ്കിൽ ഒരു 30 months അങ്ങനെയൊക്കെ എനിക്ക് ലാസ്റ്റ് ചെയ്യും. കാര്യം അത് കഴിഞ്ഞിട്ട് ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു പർട്ടിക്കുലർ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാനത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നിൽക്കില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ വിചാരിച്ചത് ചെയ്യാമെന്ന്. ഇപ്പോൾ ചെയ്തിട്ട് ലാസ്റ്റ് ഒക്ടോബറിലാണ് ഞാൻ ചെയ്തത്. ഇപ്പം 9 മാസമായി. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് അന്ന് ചെയ്തപ്പോഴും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിയാവാത്തതിൻ്റെ ഒരു കുഴപ്പം കാരണം എനിക്ക് ഈ പ്രാവശ്യം ചെയ്തത് ലാസ്റ്റ് ചെയ്തില്ല. സോ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നിപ്പം ചെയ്യാം. എനിക്കൊരു ഓഫ് ഡേ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ ഹെയർ ഒന്ന് ജസ്റ്റ് ഡാമ്പ് ആക്കണം. അതിനൊരു ഷാമ്പൂ ഉണ്ട്. ആ ഷാമ്പൂ വെച്ചിട്ടാണ് കഴുകാൻ വെച്ചു. അപ്പോൾ ഞാനത് കഴുകിയിട്ട് വന്നപ്പോഴാണ് ഓർത്തത് ഓക്കെ വീഡിയോ എടുക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഹെയർ ഓൾറെഡി വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് ചെയ്യാനാണ്. ഞാൻ എപ്പോഴും കണ്ണാടി വെച്ചു. കണ്ണാടി വെച്ചിട്ട് ജനറൽ ലുക്കിന് വേണ്ടിയിട്ട് ഇത് അവൻ്റെ കണ്ണാടി വെച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഏകദേശം ഒരേ പവറായത് കൊണ്ട് അവൻ്റെ കണ്ണാടി വെച്ചു. അവൻ്റെ കണ്ണാടി വെച്ചപ്പോൾ അവൻ്റെ അരമണിക്കൂർ അവൻ്റെ കണ്ണാടി നോക്കിയിരിക്കണം. ഞാനിതൊരു 4-5 ടേക്ക് എടുത്തിട്ടുണ്ട് ഒരു അരമണിക്കൂർ റേറ്റ്. അപ്പോൾ ആ അരമണിക്കൂറിൽ അവൻ കണ്ണാടി ഒക്കെ പഠിക്കാം. പക്ഷേ എന്താ നോക്കുന്നത് എന്നോട് പറഞ്ഞാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. അവൻ്റെ കണ്ണാടി എൻ്റെ കണ്ണി ഇരിക്കുമെന്ന്. ഓക്കെ എന്താണെന്നാണെങ്കിൽ എന്നെ ഇത് ചെയ്യാനായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റെനിയാണ്. അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തു. ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഞാൻ വന്ന് ഇരുന്നു. ഇത് സെറ്റ് ചെയ്തു. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ എൻ്റെ ഷാമ്പൂ എടുത്തിട്ടാണ് ഞാൻ മുടി ചെയ്തിട്ടുള്ളത്. ഞാൻ കുറേ യൂസ് ചെയ്തു. നാട്ടിലേക്ക് കൊണ്ടുപോയി എൻ്റെ മുടി ചെയ്ത് കൊടുക്കാനായിട്ട് ഇതാ നാട്ടിലേക്ക് കൊണ്ടുപോയി ശരി അതാണ് റാപ്പ് ചെയ്ത് എൻ്റെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതിനുശേഷം ചെയ്തിട്ടില്ല. അതിന് മുന്നേ ചെയ്തു വേണം. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ അങ്ങനെ എൻ്റെ ചെയ്തതാണ് ഞാൻ. അപ്പോൾ അതിനേക്ക് ഞാൻ ചെയ്തില്ലായിരുന്നു. 8 മാസമുള്ളതിന് വാലിഡിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റ് ആവുള്ളൂ അങ്ങനെ പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുക. ഞാനൊരു 3 times ചെയ്തത് ഞാൻ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഇത്. പിന്നെ അതിന് ശേഷം ഇത് വെച്ച് ഞാൻ ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി ഇത് വെച്ചിട്ട് ഷാമ്പൂ ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇതാണ് കോക്കോ ചോക്കോ എന്ന് പറയുന്നത് ഗോൾഡ്. ഇത് കെരാറ്റിൻ്റെ കാര്യമാണ് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന സാധനം. ഇതിനൊരു മെഷർമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരാളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് അത് നമ്മൾ സെറ്റ് ആക്കണം. പിന്നെ വേറെ അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ അവൻ്റെ കണ്ണടയൊക്കെ തിരിച്ചു കൊടുത്ത് എൻ്റെ സ്വന്തം കണ്ണാടി വെച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ലൈറ്റ് സെറ്റായിട്ടില്ല. ലൈറ്റ് സെറ്റ് ചെയ്യുന്നതേ സ്റ്റെം സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ണാടിയിലെ ലൈറ്റ് നോക്കേണ്ട ആവശ്യമില്ല. എനിവേ ഐ ആം ഗോയിങ് ടു റിമൂവ് മൈ ഗ്ലാസസ്. സോ ഓക്കെ ഇത് സെറ്റാണ്. ഓക്കെ കുറച്ച് ലിക്വിഡ് നമ്മൾ മുടി പാർട്ടീഷൻ ചെയ്തിട്ട് ഇത് ചെയ്യാനായിട്ട് ലിക്വിഡ്. പിന്നെ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി പൈസ എടുത്തു. പിന്നെ ഇതാണ് ഞാൻ മെഷർമെൻറ്റിൽ എടുക്കുന്നത്. ഇതിൽ 50 ml ആണ് എൻ്റെ ഹെയറിന് ആവശ്യം. 50 ml ഫസ്റ്റ് നമ്മൾ എടുത്ത് യൂസ് ചെയ്ത് നോക്കുന്നത്. പിന്നെ ഹെയർ വാഷ് ഞാൻ ആദ്യം വന്ന് കാലത്ത് പാർട്ട് ചെയ്തത് വെച്ചിട്ട് അവന് ചെയ്യാൻ പറ്റുന്നത് നേരെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അയച്ചിട്ടിട്ട് കുറച്ചായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രഷ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. എൻ്റെ ബ്രഷ് കാണില്ല. കുറേ നന്നായി ചെയ്തതുകൊണ്ട് ചെയ്തിട്ട് അപ്പോൾ ബ്രഷ് കാണുമ്പോഴത്തേക്കും നമുക്ക് കൈ തന്നെ യൂസ് ചെയ്യാൻ പറയാം. ഗ്ലൗസ് വെച്ചിട്ട് കുറച്ച് ഹെയർ എടുത്ത് ചെയ്യണം. ഞാൻ വിളിച്ചു റൂട്ടൊന്ന് ചെയ്യണം. രണ്ട് ഗ്ലൗസ് എടുത്തോ. രണ്ട് ഗ്ലൗസ് എടുത്തോ. എന്തെങ്കിലും പറ്റിയാൽ ചെയ്യാൻ കാരണമാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞു. നമുക്ക് കുഞ്ഞിനെ എന്നെ എൻ്റെ വീടുമായി ഇപ്പോഴും വെച്ചാൽ ഇപ്പോഴും തയ്ച്ചിട്ടുണ്ട്. അമ്മമാർ തയ്ച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഇനി അവസാനം കുറേ മുടികളിലൊന്നും എന്തായാലും ആവില്ല. അപ്പോൾ നമ്മൾ ഹെയർ ബ്രഷ് എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് അതിനകത്തേക്ക് അധികം കാണിച്ചു തന്നെ ചെയ്യണം. അധികം പറയാൻ അറിയില്ല എങ്ങനെയാണ്. അപ്പോൾ ഞാൻ 1 side ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാം ചെയ്തിട്ട് എല്ലാ മുടിയിലും ആയിട്ടുണ്ട്. പക്ഷേ ഒന്നുകൂടെ ആവാനുണ്ട്. എല്ലാം കൂടി ബ്രഷ്
നിനക്ക് തല നേരെ കാണുന്നില്ലല്ലോടാ. അതെല്ലാം പോകരുത്, എല്ലായിടത്തേക്കാണ് ഇത് ബ്രഷ് വെച്ച് ചീക്കിയാൽ നമുക്ക് അത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവും. ആവാത്ത മുടിയിലൊക്കെ എല്ലാത്തിനും ആയിട്ടുണ്ടാവും കാര്യം. ചെറുതായിട്ട് മാറ്റി വയ്ക്കാനാണ് ചെയ്തത്. ഇവിടെ വയ്ക്കുക. നമുക്ക് പ്രോഡക്റ്റ് ഒരുപാട് ആവശ്യമില്ല. ഒരു കറക്റ്റായിട്ടുള്ള എല്ലാം ഓയിലും പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് സെപ്പറേറ്റ് ആക്കി ഇടണം. കാര്യം ഇതൊന്നും ഒരു ഹാഫ് ആൻ അവർ 30 to 40 minutes നമ്മൾ ഇതിരിക്കണം കാര്യം. അപ്പോൾ തന്നെ അത് നമ്മുടെ മുടിയിൽ അസുഖമാവും. ഇത് സ്കാൽപ്പിലല്ല തേക്കുന്നത്, ഹെയറിലാണ്. സ്കാൽപ്പിലാവും, പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പം കണ്ടീഷണറും മുടിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് സ്കാൽപ്പിൽ കുറച്ചാവില്ല. അതുപോലെ തന്നെ ഞാൻ റൂട്ടിൽ മുതലേ ചെയ്യുന്നത് റൂട്ടിൽ പോലും ചെയ്യണം, അത് തന്നെ ആയിക്കോളൂ. അപ്പോൾ സ്കാൽപ്പിലാവാണ്ടിരിക്കാനായിട്ട് ഒരു ഇതുമില്ല. അങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ കുറച്ചൊന്ന് ഇതാക്കിയിട്ടു. കാര്യം എനിക്കൊന്ന് ഉണങ്ങാനായിട്ട് ഒരു 30 to 45 minutes അങ്ങനെ വെക്കണം. ഒരുപാട് ഡ്രൈ ആയി പോകാൻ വേണ്ട. ഒരുപാട് ഡ്രൈ ആയി പോയാൽ നമുക്ക് ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ ഇങ്ങനെ ഇത് ചെറുതായിട്ട് ഡ്രൈ ആവാൻ അങ്ങനെ. അപ്പോൾ ഇനി ട്രൈ ചെയ്യണം. ഇപ്പോൾ മുടിയിൽ ആ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ അതെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറായി. സോ ഇനി ഒരു ഡ്രയർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ആ ഒരു വെറ്റ്നെസ് പോയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് നമ്മൾ ഹീറ്റ് ചെയ്യാം. സ്ട്രെയിറ്റ് ചെയ്യാം, ഹീറ്റ് ചെയ്യാം. ചൂടാക്കല്ലേ, തണുത്തിട്ട് ചൂടാക്കാം. നമ്മൾ ഒരു മുടിയുടെ സ്ട്രാൻഡിൽ 6 times ഹീറ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇതെല്ലാം എനിക്ക് ചെയ്ത് തന്നെ ആ പുള്ളിക്കാരത്തി ഇതിനെ കണ്ടിന്യൂ പഠിച്ചത് പറഞ്ഞു തരും. പുള്ളിക്കാരത്തി ചെയ്യുന്നത് അങ്ങനെ പഠിച്ചതാണ് ഞാൻ. വാസ് വർക്കിംഗ് വെൽ ഫോർ മീ. സോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചെയ്യരുത്, ആരെങ്കിലും ചെയ്യിക്കണം. എനിക്ക് ഹെയർ ഡ്രസ്സർ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ പുതിയ ഞാനവരുടെ ജോയിൻ്റായിട്ട് നമ്മൾ മാനേജ് ചെയ്യും. പറയാം ഇനി ഞാനിപ്പോൾ ഈ പകുതി ഇത് ഞാൻ ഹീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മറ്റേത് വെക്കണം. ഇത് ഞാൻ ചെറുതായിട്ട് സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെറുതായിട്ട്
എന്നിട്ട് ഇങ്ങനെ ഒരു പാർട്ടീഷൻ എടുത്ത് ഇത്ര മുടി എടുത്ത് ഇത്ര മുടി എടുത്തിട്ട് ഇത് ഫസ്റ്റ് ചെയ്യും. ഓരോ സ്ട്രാൻഡിലും 6 times നമ്മൾ അതാണ് അതിൻ്റെ ോട്ട് മുടി നിൽക്കണം. കുറച്ച് ചൂടൊക്കെ ആവും. അപ്പോൾ നമ്മൾ പൊങ്ങിക്ക് വരും. പൊള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊള്ള വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ട്രൈ ചെയ്യുന്നത്. നേരെ ട്രൈ ആയതുകൊണ്ട് ആ ചെയ്യുന്നത് നമ്മൾ കല്ലിൽ എനിക്ക് പൊള്ളിട്ടതുപോലെ പൊള്ളി. എൻ്റെ തല പൊള്ളി, എൻ്റെ മുടി കരിഞ്ഞു. അജുസേ എന്നെ എടാ ഞാൻ ചെയ്യാമോ? അങ്ങനെ ഞാൻ കുമ്പിടി ഗൈസ്. ഞാൻ ജാക്സൺ എലിയസ് എന്തെന്നാ പറയുന്നത് സെറ്റിൻ കുമാർ ആ സിനിമയിൽ. എന്നിട്ട് ഇപ്പൊ 3 times ചെയ്തിട്ടുള്ളൂ. 6 times ചെയ്താ? ഓഫ്, ആ 2 വട്ടം എൻ്റെ തല പൊള്ളിയത് ഞാൻ കൂട്ടിയില്ല. അതല്ലേ നെക്സ്റ്റ് അത് ലാസ്റ്റ് ഒന്നൂടെ ചെയ്യും. എൻ്റെ തല പൊള്ളിക്കരുത് പ്ലീസ്. നിങ്ങൾ സ്ട്രെയിനർ ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും ചെയ്യാനായി ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ തല പൊള്ളും. എൻ്റെ അത് പൊള്ളിയാൻ പോലെ ഓക്കെ വന്നു. എൻ്റെ മുടി പൊട്ടിത്തെറിക്കുകയാണ് ഗൈസ്. അയ്യോ എന്തെന്നാടാ അതാ ആദ്യം പൊള്ളിയത്. എനിക്ക് നല്ല വേദനയാണ്. നമ്മളിങ്ങനെ താഴ്ന്ന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു ഹെയർ ബ്രഷ് വെച്ച് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഹെയർ ബ്രഷ് ഒക്കെ പോലെ ഗൈസ്. മുടി ചെയ്ത് തീർന്നതിന് മുന്നേ ആരും ഇങ്ങനെ പറയരുത്, ഇട്ടോണ്ട് പോവും. അപ്പോൾ ഇങ്ങനെ നടക്കേണ്ടി വരും. സോ നമ്മൾ മുടി ചെയ്ത് തീർന്നിട്ട് ഇനി ഹെയർ ബ്രഷ് പറ്റി കുറ്റം പറയുമോ? ഹെയർ ബ്രഷ് നല്ലതാണ്. എൻ്റെ തല ഒരു വട്ടം പൊളിച്ചു. എന്നൊക്കെ പറയുന്നത് ഹെയർ ഡ്രസ്സ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്തത് കോൺസെൻട്രേഷൻ പോയി നമ്മളെ തല പോകും. ഒരു 6 വട്ടം ആയില്ലേ? സ്കൂളിൽ പോയിട്ടുണ്ടോ? എടാ ഇത് 6 വട്ടം കഴിഞ്ഞടാ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു. ഇത് കഴിയുമ്പോൾ നമ്മൾ തല മറ്റേ കുളിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് നമുക്ക് തോന്നണല്ല, അത് തരത്തിലുള്ളതാണ്. പക്ഷെ നമ്മൾ കുളിക്കുമല്ലോ. സോ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി എല്ലാ മുടിയും ചെയ്തിട്ട് കാണാം. അങ്ങനെ ഞാൻ മുടി ചെയ്ത് കഴിഞ്ഞു. അവനിക്കെല്ലാം ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് കിട്ടിയത്. അതല്ലേ ഇനി 3 days വെള്ളം തൊടാൻ പാടില്ല. മുടിയിൽ എവിടെയെങ്കിലും വെള്ളം ആവുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് വിടണം. നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് മുടിയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ കാർ വാഷ് ചെയ്യാനായിട്ട് പോകണം. നമ്മൾ തന്നെയാണ് അവിടെ കാർ വാഷ് ചെയ്യുന്നത്.